ഹായ് എവരി വൺ, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഐ ആം യുവർ എസ് ആൻ്റണി. പുതിയൊരു കാർ വാങ്ങുക എന്ന സ്വപ്നമില്ലാത്തവർ ചുരുക്കമായിരിക്കും അല്ലേ? പ്രത്യേകിച്ച് ഈ ഓണവും വിഷുവും ഒക്കെ വരുമ്പോൾ വണ്ടിക്കമ്പനികൾ തകർപ്പൻ ഓഫറുകളുമായിട്ട് വരുമ്പോൾ നമ്മളിൽ പലരും ആലോചിക്കും, ഇനിയൊരു ലോൺ എടുത്തൊരു പുതിയ കാർ അങ്ങ് സ്വന്തമാക്കിയാലോ. പക്ഷേ ഈ സന്തോഷത്തിൽ ചാടിക്കയറി ഒരു ലോൺ എടുക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ മറന്നു പോകാറുണ്ട്. പിന്നീട് അത് വലിയൊരു സാമ്പത്തിക ബാധ്യതയായി മാറുമ്പോൾ മാത്രമായിരിക്കും പലർക്കും അതിന് ഗൗരവം മനസ്സിലാവുക. അപ്പോൾ പുതിയ കാർ ലോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട 5 പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വിലയിരുത്തുക എന്നതാണ്. ലോൺ എടുക്കുന്നതിന് മുമ്പ് ഒരു സത്യസന്ധമായ ചോദ്യം സ്വയം ചോദിക്കുക. എനിക്ക് ഈ കാറിൻ്റെ പ്രതിമാസ EMI കൃത്യമായി അടയ്ക്കാൻ കഴിയുമോ? നിങ്ങളുടെ പ്രതിമാസ വരുമാനത്തിൻ്റെ 10 മുതൽ 15% കൂടുതൽ EMIയിലേക്ക് വേണ്ടി മാറ്റിവെക്കാതിരിക്കാൻ ശ്രമിക്കുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളുടെ മാസ വരുമാനം 50,000 രൂപയാണെങ്കിൽ നിങ്ങളുടെ കാർ EMI ഒരു കാരണവശാലും 7,500 രൂപയിൽ കൂടരുത്. ഈ ഒരു കണക്ക് മനസ്സിൽ വെച്ച് മാത്രം നിങ്ങളുടെ ബഡ്ജറ്റ് തീരുമാനിക്കുക. അല്ലാതെ വലിയ കാറിന് വേണ്ടി വലിയൊരു ലോൺ എടുത്ത് നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ തകരാറിലാക്കരുത്. രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ പരിശോധിക്കുക എന്നതാണ്. കാർ ലോൺ എടുക്കാൻ പോകുമ്പോൾ മിക്ക ബാങ്കുകളും ആദ്യം നോക്കുന്നത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറാണ്. നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ 750 മുകളിലാണെങ്കിൽ കുറഞ്ഞ പലിശ നിരക്കിൽ വളരെ എളുപ്പത്തിൽ ലോൺ ലഭിക്കാൻ സാധ്യതയുണ്ട്. കൃത്യമായി EMIകൾ അടച്ച ക്രെഡിറ്റ് സ്കോർ ബില്ലുകൾ സമയത്തിന് തീർത്ത് നിങ്ങൾക്ക് നല്ലൊരു ക്രെഡിറ്റ് സ്കോർ നിലനിർത്താൻ സാധിക്കും. അപ്പോൾ ലോണിനായി അപേക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ഒന്ന് പരിശോധിക്കുന്നത് വളരെ നല്ലതാണ്. മൂന്നാമത്തെ കാര്യം പലിശ നിരക്കും വായ്പാ കാലാവധിയും. പലരും EMI കുറയ്ക്കാൻ വേണ്ടി ലോണിൻ്റെ കാലാവധി കൂട്ടാറുണ്ട്. അതായത് 5 വർഷത്തെ ലോൺ 7 വർഷത്തേക്കാക്കി മാറ്റുന്നു. അപ്പോൾ EMI തുക കുറയും. ഇതൊരു ചെറിയ ആശ്വാസം നൽകുമെങ്കിലും മൊത്തത്തിൽ ബാങ്കിന് കൂടുതൽ പലിശ കൊടുക്കേണ്ടി വരും. അതേപോലെ പല ബാങ്കുകളിലും പലിശ നിരക്കുകൾ വ്യത്യാസമുണ്ടാകും. നിങ്ങളൊരു ബാങ്കിനെ മാത്രം ആശ്രയിക്കാതെ പല സ്ഥാപനങ്ങളിലെയും പലിശ നിരക്കുകൾ താരതമ്യം ചെയ്തതിനു ശേഷം മാത്രം ലോൺ എടുക്കാൻ ശ്രദ്ധിക്കുക. 1% വ്യത്യാസം പോലും ലോണിൻ്റെ കാലാവധി കഴിയുമ്പോൾ 10,000 രൂപയുടെ വ്യത്യാസം ഉണ്ടായേക്കാം. നാലാമത്തെ കാര്യം ലോൺ നേരത്തെ അടച്ചു തീർക്കുന്നതിനെ കുറിച്ചുള്ള വ്യവസ്ഥകൾ പരിശോധിക്കുക. ഭൂരിഭാഗം ബാങ്കുകളും ലോൺ കാലാവധിക്ക് മുമ്പ് അടച്ചു തീർക്കുകയാണെങ്കിൽ ഒരു ചെറിയ തുക പിഴയായി ഈടാക്കും. ഇതിനെയാണ് പ്രീപെയ്മെൻറ്റ് പെനാൽറ്റി എന്ന് പറയുന്നത്. ചില ബാങ്കുകൾക്ക് ഈ പിഴയുണ്ടാകില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു നല്ല തുക വന്നാൽ ലോൺ നേരത്തെ അടച്ചു തീർക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യവസ്ഥകളുള്ള ബാങ്കുകളെ തിരഞ്ഞെടുക്കുന്നത് വളരെ നല്ലതാണ്. ലോൺ എടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ കാര്യം ചോദിച്ച് മനസ്സിലാക്കാൻ മറക്കരുത്. അവസാനത്തെ കാര്യം ഒരു കോംപ്രീഹെൻസീവ് കാർ ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളതാണ്. കാർ ലോൺ എടുക്കുന്നതിന് മിക്ക ബാങ്കുകളും ഒരു കോംപ്രീഹെൻസീവ് ഇൻഷുറൻസ് നിർബന്ധമാക്കാറുണ്ട്. ഇത് വെറും ഒരു നിയമം മാത്രമല്ല, നിങ്ങളുടെ കാറിനും നിങ്ങളുടെ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള അപകടങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്ന ഒരു സുരക്ഷാ കവചം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ലോണിൻ്റെ EMI കണക്കാക്കുമ്പോൾ ഈ ഇൻഷുറൻസിൻ്റെ വാർഷിക പ്രീമിയവും നിങ്ങളുടെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ 5 കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങളൊരു കാർ ലോൺ എടുക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്വപ്ന കാർ സ്വന്തമാക്കുന്നതിനൊപ്പം തന്നെ സാമ്പത്തികമായി സുരക്ഷിതരായിരിക്കാനും നിങ്ങൾക്ക് സാധിക്കും. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു വെരി മച്ച്.